ഏവർക്കും ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് +2 ഹിന്ദി ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ മാതൃഭൂമി എന്ന കവിത പഠിക്കാം. മൈഥിലി ശരണഗുപ്ത ആണ് മാതൃഭൂമി എന്ന കവിത എഴുതിയത്. അദ്ദേഹം രാഷ്ട്രകവി കൂടി ആണ്. എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ ജനതയോടൊപ്പം തന്നെ കവികളും അവരുടെ കൃതികളിലൂടെ അതിൻ്റെ ഭാഗമായി തീർന്നു. മൈഥിലി ശരണഗുപ്തും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രകവി എന്ന അംഗീകാരവും ലഭിച്ചു. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഞാൻ വായിക്കാൻ പോവാണ്, നോക്കിയിരിക്കണം. നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹേ. മാതൃഭൂമിയുടെ മഹിമയെ വർണ്ണിക്കുകയാണ് കവി ചെയ്യുന്നത് ഇവിടെ. നീലാംബർ, നീലാംബർ എന്ന് വെച്ചാൽ നീലാകാശം, പരിധാൻ എന്ന് വെച്ചാൽ വസ്ത്രം, ഹരിത പച്ചപ്പ് അല്ലെ സസ്യശ്യാമളമായ, സുന്ദർ സുന്ദരം, തട് തീരം. ഇനി നോക്കി, നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹേ. സസ്യശ്യാമളമായ തടത്തിൽ നീലാകാശം വസ്ത്രമായി അമ്മയ്ക്ക് ശോഭയേകുന്നു. അമ്മയ്ക്കെന്ന് വെച്ചാൽ മാതൃഭൂമിക്ക് ശോഭ ഏകുകയും ചെയ്യുന്നു. അടുത്ത നോക്കി, സൂര്യചന്ദ്ര യുഗ് മുകുട് മേഖല രത്നാകർ ഹേ. സൂര്യൻ, ചന്ദ്ര ചന്ദ്രൻ, യുഗ് ചേർന്ന്, മുകുട് കിരീടം, മേഖല അരഞ്ഞാണം, രത്നാകർ സാഗരം. ഇനി നോക്കിയേ, സൂര്യചന്ദ്രയുഗ് മുകുട് മേഖല രത്നാകർ ഹേ. സൂര്യചന്ദ്രന്മാർ കിരീടമായും അരഞ്ഞാണമായി സാഗരവും ശോഭിക്കുന്നു. അതായത് സാഗരം അരഞ്ഞാണമായിട്ടാണ് അമ്മയ്ക്ക് ശോഭയേകുകയും ചെയ്യുന്നത്. നദിയാം പ്രേമപ്രവാഹ ഫൂല് താരെ മണ്ഡൻ ഹേ. നദിയാം നദികൾ, പ്രേമപ്രവാഹം പ്രവാഹം ഒഴുക്കെ, ഫൂലെ പൂക്കൾ, താരെ നക്ഷത്രങ്ങൾ, മണ്ഡൻ ആഭരണം. ഇനി നോക്കിയേ, നദിയാം പ്രേമപ്രവാഹ ഫൂല് താരെ മണ്ഡൻ ഹേ. നദികളിലൂടെ ഒഴുകുന്നത് അമ്മയുടെ, ഭാരതാംബികയുടെ സ്നേഹത്തിൻ്റെ പ്രവാഹമാണ്. പൂക്കളും നക്ഷത്രങ്ങളും ആഭരണമായും ശോഭയേകുന്നു. അടുത്ത് നോക്കിയേ, ബന്ദീജൻ കഗവൃന്ദ് ശേഷഫൺ സിംഹാസൻ ഹേ. ബന്ദീജൻ സ്തുതി പാഠകർ, ഖഗവൃന്ദ പക്ഷിക്കൂട്ടം, ശേഷഫൺ ഫണം, ശേഷഫൺ അനന്തൻ എന്ന നാഗത്തിൻ്റെ ഫണം, സിംഹാസൻ സിംഹാസനം. ഇനി നോക്കിയേ, ബന്ദീജൻ ഖഗവൃന്ദ ശേഷഫൺ സിംഹാസൻ ഹേ. സ്തുതി പാഠകരായി പക്ഷിക്കൂട്ടങ്ങളും അനന്തൻ എന്ന നാഗത്തിൻ്റെ ഫണം സിംഹാസനമായും നിലകൊള്ളുന്നു. അടുത്ത ലൈൻ നോക്കിയേ, കർത്തേ അഭിഷേക പയോദ് ഹേ ബലിഹാരി ഇസ്വേഷിക്ക്. അഭിഷേകം, പയോദ് കാർമേഘം, ബലിഹാരി ആത്മസമർപ്പണം, വേഷം. കർത്തേ അഭിഷേക പയോദ് ഹേ ബലിഹാരി ഇസ്വേഷിക്ക്. അമ്മയ്ക്ക് വേണ്ടി കാർമേഘങ്ങൾ അഭിഷേകം ചെയ്യും. ഈ വേഷത്തിന് മുന്നിൽ ഞങ്ങൾ ആത്മസമർപ്പണം ചെയ്യുന്നു. ഹേ മാതൃഭൂമി തു സത്യഹി സഗുണമൂർത്തി സർവേശിക്ക്. അല്ലയോ മാതൃഭൂമി, തു സത്യഹി, നീ ആരാണ്? നീ സത്യമാണ്. സഗുണമൂർത്തി, എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ വിഗ്രഹം അല്ലെ പ്രതിമ, സർവേശ ഈശ്വരൻ. ഇനി നോക്കിയേ, ഹേ മാതൃഭൂമി തു സത്യഹി സഗുണമൂർത്തി സർവേശിക്ക്. അല്ലയോ മാതൃഭൂമി, നീ സത്യമാണ്, ഈശ്വരൻ്റെ സകല ഗുണഗണങ്ങളും അടങ്ങിയ പ്രതിമ കൂടി ആണ്. അടുത്ത നോക്കിയേ, ജിസ്കെ രജ്മേ ലോട്ട് കർ ബഡേ ഹുയേ ഹേ. രജനശ മണ്ണ്, ലോട്ട് ഉരുണ്ടുരുണ്ട്, ബഡേ ഹുയേ വളർന്ന് വലുതാവുക. അപ്പം ജിസ്കെ രജ്മേം ലോട്ട് കർ ബഡേ ഹുയേ ഹേ. നിൻ്റെ മണ്ണിൽ ഉരുണ്ട് ഞങ്ങൾ വളർന്ന് വലുതായി. അടുത്ത ലൈൻ നോക്കിയേ, കുട്നെ കെ ബെൽ സരക്ക് കർ ഖഡേ ഹുയേ ഹേ. കുട്ന കാൽമുട്ട്, ബെൽ ബലം, സരക്കിന ഇഴയുക,
കടഹോന നിൽക്കുക. ഇനി നോക്കിയേ, കുട്നെ കെ ബൽ സരക്ക് സരക്ക് കർ കടേ ഹുയേ ഹേ, കാൽമുട്ടിൻ്റെ ബലത്തിൽ ഇഴഞ്ഞ് ഇഴഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുവാൻ പഠിച്ചു. പരമഹംസ സമ ബാല്യകാൽ മേ സബ് സുഖ പായേ. പരമഹംസെ ബാല്യകാലം സബ് എല്ലാം സുഖം പാന നേടുക ലഭിക്കുക എന്നൊക്കെയാണ്. എന്നൊക്കെ പരമഹംസ സമ ബാല്യകാൽ മേ സബ് സുഖ പായേ. പരമഹംസനെ പോലെ ബാല്യകാലത്തിൽ ഞാൻ എല്ലാ സുഖങ്ങൾ അനുഭവിച്ചു. ജിസ്കെ കാരൻ ധൂൾ ഭരെ ഹീരെ കഹലായേ. ധൂൾ പൊടി, ഭര നിറയുക, ഹീര വജ്രം. ജിസ്കെ കാരൻ ധൂൾ ഭരെ ഹീരെ കഹലായേ, ഇതിൻ്റെ കാരണത്താൽ പൊടി നിറഞ്ഞ വജ്രം എന്നും പറയപ്പെട്ടു. ഹം ഖേലെ ഖുദേ ഹർഷയത് ജിസ്കി പ്യാരി ഗോദമേ. ഗോദ മടിത്തട്ടെ, പ്യാറ് സ്നേഹം, ഖേൽ ഖുദേ ഓടിച്ചാടുക, ഹർഷ സന്തോഷം. എന്നൊക്കെ ഹം ഖേലെ ഖുദ് ഹർഷയത് ജിസ്കി പ്യാരി ഗോദ് മേ. നിൻ്റെ, അതായത് അമ്മയുടെ സ്നേഹം നിറഞ്ഞ മടിയിൽ ഞങ്ങൾ കളിച്ച് ഉല്ലസിച്ചു. ഹേ മാതൃഭൂമി തുച്ഛ്കോ നിരക്ക് മഗ്ന ക്യോം നഹോ മോദുമേ. മഗ്ന മുഴുകുക, മോദ് ആമോദം സന്തോഷം, നിരക്ക് നോക്കുക. ഇനി നോക്കിയേ, ഹേ മാതൃഭൂമി തുച്ഛ്കോ നിരക്ക് മഗ്ന ക്യോം നഹോ മോദുമേ. ഹേ മാതൃഭൂമി, നിന്നെ തന്നെ നോക്കൂ, എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്? മാതൃഭൂമിക്ക് സന്തോഷമില്ല അമ്മയ്ക്ക് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. അതോർത്തായിരിക്കാം അമ്മയ്ക്ക് സങ്കടം വന്നത് എന്ന് മൈഥിലി ചൂണ്ടിക്കാണിച്ചത്. നോക്കി അടുത്ത ലൈൻ, പാക്കർ തുച്ഛസേ സഫി സുഗോം കാ ഹംനെ ഫോഗ. ഫോഗിന അനുഭവിക്കുക, സുഖേ സുഖം, പാന കിട്ടുക. ഇനി നോക്കിയേ, പാക്കർ തുച്ഛസേ സഫി സുഗോം കാ ഹംനെ ഫോഗ. അമ്മയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് സുഖങ്ങളും അനുഭവിച്ചു. തേരാ പ്രത്യുപകാർ കഫി ക്യാ ഹംസേ ഹോഗ. പ്രത്യുപകാരം, കഫി ഒരിക്കലും. നോക്കിയേ, തേരാ പ്രത്യുപകാർ കഫി ക്യാ ഹംസേ ഹോഗ. അമ്മയ്ക്കുള്ള പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണോ എന്ന സംശയം. നോക്കിയേ, തേരി ഹി ദേഹ് തുച്ഛ്സേ ബനി ഹുയി ഹേ ലബനി ഹുയി ഹേ. നോക്കിയേ, തേരി ഹി ദേഹം, ശരീരം, ബന്ന നിർമ്മിക്കുക. തേരി ഹി ദേഹ് തുച്ഛ്സേ ബനി ഹുയി ഹേ. അമ്മയെ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിക്കപ്പെട്ടത്. ബസ് തേരെ ഹി സുരസസാർ സേ സനി ഹുയി ഹേ. സുരസസാർ എന്ന് വെച്ചാൽ അംശത്തിൽ. ബസ് തേരെ ഹി സുരസസാർ സേ സനി ഹുയി. അമ്മയുടെ അംശത്തിൽ തന്നെ ആ ശരീരം അലിഞ്ഞു ചേരുന്നതും ആണ്. ഫിർ അന്ത് സമയ തൂഹി ഇസെ അജൽ ദേക്കെ അപ്നായേഗി. അന്തസമയം, അവസാനം, അജൽ നിശ്ചലമായി. ഫിർ അന്ത് സമയ തൂഹി ഇസെ അജൽ ദേക്കെ അപ്നായേഗി. മരണമെത്തുന്ന സമയം, ആ സമയത്ത് അമ്മ തന്നെ നിശ്ചലമായി നിന്ന് ഈ ശരീരം സ്വന്തമാക്കുകയും ചെയ്യും. ഹേ മാതൃഭൂമി ഏകാന്തമേം തുച്ഛസേഹി മിൽ ജായകി. മിൽന കിട്ടുക, അന്ത് അവസാനം. ഹേ മാതൃഭൂമി യഹ അന്തമേം തുച്ഛസേഹി മിൽ ജായകി. അല്ലയോ മാതൃഭൂമി, അവസാനം നിൽ തന്നെ കണ്ടുമുട്ടും. അതായത് ആ ശരീരം മണ്ണിന് തന്നെ കിട്ടും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മണ്ണിന് തന്നെ കിട്ടുകയും മാതൃഭൂമിക്ക് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കവിത അവസാനിച്ചു. ഈ കവിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും തരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.